നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. UAE കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഏറ്റവും സുപ്രധാനമായ ഒരു മുന്നറിയിപ്പ് നൽകിയത്. അതായത് തൊഴിൽ ചെയ്യുന്നവർ ഇനി തൊഴിൽ ഇൻഷുറൻസ് കൈക്കലാക്കിയിരിക്കണം. അതെ, UAEയിലെ സർക്കാർ സ്വകാര്യ മേഖലയിലെ ഭൂരിഭാഗം ജീവനക്കാർക്കും ഇപ്പോൾ തൊഴിലില്ലായ്മ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരാൻ അർഹതയുണ്ട്. ശമ്പള സ്കെയിലിനനുസൃതമായി മാസത്തിൽ 5-10 ദിർഹവും വാറ്റും പ്രീമിയമായി നൽകി പദ്ധതിയുടെ ഭാഗമാകാം. എന്നാൽ തൊഴിൽ നഷ്ടമുണ്ടാകുന്ന സമയത്ത് ഇൻഷുറൻസ് പോളിസിയിൽ നിന്നുള്ള ക്യാഷ് ആനുകൂല്യങ്ങൾ ക്ലെയിം ചെയ്യുന്നതിന് 10 നിർദ്ദിഷ്ട വ്യവസ്ഥകൾ പാലിക്കേണ്ടതായുണ്ട്. തൊഴിലില്ലായ്മ ഇൻഷുറൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് 2022 ഫെഡറൽ നിയമത്തിന്റെ ആർട്ടിക്കിൾ 5 നിയമം പാസാക്കിയതിനു ശേഷം പുറപ്പെടുവിച്ച 2022 ക്യാബിനറ്റ് പ്രമേയം നമ്പർ 97 9 നമ്പർ ആർട്ടിക്കിളിലും ആയാണ് ക്ലെയിം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട ഈ മാനദണ്ഡങ്ങൾ വിവരിച്ചിരിക്കുന്നത്. ഈ വ്യവസ്ഥകളെല്ലാം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് വളരെ പ്രധാനമാണ്. എങ്കിൽ മാത്രമേ നിങ്ങളുടെ നിയന്ത്രണത്തിന് അതീതമായി കാരണങ്ങളാൽ ജോലി നഷ്ടപ്പെടുന്ന പക്ഷം 3 മാസത്തേക്ക് അടിസ്ഥാന ശമ്പളത്തിന്റെ 60% ക്ലെയിം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇൻഷുറൻസ് തുക ക്ലെയിം ചെയ്യുന്നതിന് പാലിച്ചിരിക്കേണ്ട നിബന്ധനകൾ ഇവയാണ്. അതായത്, ഒന്നാമത്തേത്, തൊഴിലില്ലായ്മ ഇൻഷുറൻസ് സ്കീമിലെ സബ്സ്ക്രിപ്ഷൻ കാലയളവ് തുടർച്ചയായ 12 മാസത്തിൽ കുറവായിരിക്കരുത്. 2, എല്ലാ ഇൻഷുറൻസ് പ്രീമിയങ്ങളും നിശ്ചിത ഇടവേളകൾക്ക് പ്രകാരം അടയ്ക്കുന്നെന്ന് ഉറപ്പാക്കണം. 3, രാജ്യ ഒഴികെയുള്ള കാരണങ്ങളാലാണ് നിങ്ങൾക്ക് തൊഴിൽ നഷ്ടമാകുന്നതെങ്കിൽ അതിനുള്ള തെളിവ് നൽകണം. 4, നിങ്ങൾ ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടത് അച്ചടക്ക നടപടികളുടെ പേരിൽ ആവാൻ പാടില്ല. സർക്കാർ സ്വകാര്യ മേഖലകളിലെ തൊഴിൽ നിയമങ്ങളുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ പ്രകാരമാണ് ഒരാൾ അച്ചടക്ക ലംഘനത്തിന്റെ പേരിലാണോ അല്ലയോ പിരിച്ചുവിടപ്പെട്ടത് എന്ന കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളുക. തൊഴിലുടമയുമായി തൊഴിൽ ബന്ധം അവസാനിച്ചത് മുതലോ അല്ലെങ്കിൽ തൊഴിൽ പരാതിയിൽ കോടതി വിധി പറഞ്ഞത് മുതലോ ഉള്ള 30 ദിവസത്തിനകം ഇൻഷുറൻസ് ക്ലെയിമിനുള്ള അപേക്ഷ സമർപ്പിച്ചിരിക്കണം. നിങ്ങൾക്കെതിരെ ഒളിച്ചോട്ട റിപ്പോർട്ട്, അതായത് അബ്സ്കോണ്ടിംഗ് റിപ്പോർട്ട് നിലവിലുണ്ടാവാൻ പാടില്ല. 7, നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് ക്ലെയിം വഞ്ചനാപരമോ വാസ്തവ വിരുദ്ധമോ ആയിരിക്കരുത്. അതുപോലെ ജീവനക്കാരൻ ജോലി ചെയ്യുന്ന സ്ഥാപനം സാങ്കല്പികമാകരുത്. 8, തൊഴിൽ നഷ്ടമായ ശേഷം മറ്റൊരു തൊഴിൽദാതാവ് നിങ്ങളെ ജോലിക്കെടുക്കുന്നതുവരെ മാത്രമേ നഷ്ടപരിഹാര തുക ലഭിക്കാൻ അർഹത ഉണ്ടായിരിക്കുകയുള്ളൂ. 9, പണിമുടക്കിന്റെയോ സമാധാനപരമല്ലാത്ത മറ്റ് പ്രതിഷേധങ്ങളുടെയോ ഭാഗമായി തൊഴിൽ നഷ്ടപ്പെട്ടവർക്കും ക്ലെയിമിംഗ് അർഹത ഉണ്ടായിരിക്കില്ല. ഇക്കാര്യത്തിൽ നാശനഷ്ടങ്ങളുടെ വ്യാപ്തി പരിഗണിക്കില്ല. അഥവാ സമരം കാരണം സ്ഥാപനത്തിന് നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ ക്ലെയിമിന് അർഹതയുണ്ടാവില്ല. 10, ഇൻഷുർ ചെയ്ത വ്യക്തിക്ക് രാജ്യത്ത് നിയമപരമായ താമസം ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് കാര്യങ്ങൾ. നിങ്ങൾക്ക് ഇൻഷുറൻസ് പദ്ധതിയിൽ നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടെങ്കിൽ നിങ്ങൾ ക്ലെയിം സമർപ്പിച്ച് കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ക്ലെയിം അനുവദിക്കണമെന്നും നിയമം വ്യവസ്ഥ ചെയ്യുകയാണ്. ഇക്കാര്യത്തിൽ UAE സെൻട്രൽ ബാങ്കിന്റെ കീഴിലുള്ള ലൈസൻസ് ഉള്ള സേവനദാതാക്കൾക്ക് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുമെന്ന് ഇതുമായി ബന്ധപ്പെട്ട നിയമത്തിലെ ആർട്ടിക്കിൾ 12 വ്യക്തമാക്കുന്നുണ്ട്. ആയതിനാൽ തന്നെ യാതൊരു ഭയവും കൂടാതെ ഈ ഇൻഷുറൻസിൽ ഭാഗമാകുക. അല്ലെങ്കിൽ 400 ദിർഹം പിഴയാണ് UAE അധികാരികൾ നിങ്ങൾക്കെതിരെ ഇതിനായി ഈടാക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.